ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഏതൊരു ക്രിയേറ്ററും അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സാധാരണയായി ഈ ഒരു ചാനലിൽ മറ്റുള്ളവരുടെ ചാനലിൽ വന്നിരിക്കുന്ന ഇഷ്യൂസിനെ കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാറെല്ലാമുണ്ട്. അതിനാൽ തന്നെ ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് ഇതെല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഈ ഒരു പ്രശ്നമൊന്നും വരാതെ നിങ്ങൾക്ക് സേഫായി മുന്നോട്ട് പോകാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇത് കറക്റ്റായി മനസ്സിലാക്കി ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. എന്നാൽ പലരും ചെയ്യുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ നമ്മൾ പറയുന്ന ഈ ഒരു കാര്യം ഇത് മുഴുവനായി കാണാതെ സ്കിപ്പ് എല്ലാം ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ അവരുടെ ചാനലിൽ ഈ ഒരു അനുഭവം എല്ലാം വരുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം മെസ്സേജ് അയക്കുക. അതായത് ഇത്തരത്തിലൊരു പ്രശ്നം എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ്. എന്നാൽ അതിനുശേഷം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെല്ലാം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് എല്ലാം വന്നതിന് ശേഷം ചിലപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കെല്ലാം വന്നു എന്ന് വരാം. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവരുടെ 41,000-ത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് എല്ലാമുള്ള ഒരു ചാനലാണ് ഇപ്പോൾ ടെർമിനേറ്റ് ആയിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ അവരുടെ ചാനലിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതായത് അവരുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടാൻ പാടില്ല ചെയ്യുന്നത്. ഞാൻ ഒരു ഇതൊക്കെ എന്നാലും അതിൽ എഡിറ്റിംഗ് മാറ്റം വെച്ചിരിക്കണ ഇട്ടിക്കണേ. പക്ഷേ എന്താ ചെയ്യുക, എത്ര സ്ട്രൈക്ക് ഉണ്ടായിരുന്നു കറക്റ്റായി രണ്ട് സ്ട്രൈക്ക് അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാനൊരു കോപ്പിറൈറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കാണിക്കുമല്ലോ, അങ്ങനെ എനിക്ക് കാണിക്കാറില്ല. നമ്മൾ ആദ്യം അൺലിസ്റ്റ് ചെയ്യാൻ നമ്മൾ പോസ്റ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കാണിക്കുമല്ലോ, അപ്പോൾ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വയ്ക്കാൻ മതിയല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ കോപ്പിറൈറ്റ് ഒന്നും ഇതിന് മെസ്സേജ് വന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടുണ്ടാവില്ല, അതായിരിക്കും. ഏതായാലും പോയി 41 സംതിങ് ഉണ്ടായിരുന്നു. ബാക്കിയെടുക്കാൻ പെട്ടപ്പാട് നല്ലൊരു പണി പെട്ടിക്കണ്. കാരണം നമ്മൾ ഏത് വീഡിയോസ് ആണെങ്കിലും നമ്മളതായ രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കുറേ പണി പെട്ടിട്ടാണ് ചെയ്തത്. ഇനി ഞാനിങ്ങനെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നത്, ഇത് എല്ലാ വീഡിയോസും ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്ലോഗ് പോലെ വീഡിയോസ് ചെയ്ത് തുടങ്ങണം. അതായത് 40 സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വാച്ച് അവർ ആവുമല്ലോ പെട്ടെന്ന് എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ഇട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിലാണ്ട് പോയി. ആ ഐഡിയിൽ തന്നെ ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിരുന്നു. അതിൽ 1124 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതും അതിൻ്റെ പിറ്റേ ദിവസം അതും പോയി. അപ്പോൾ ഒരാ ഐഡിയ ഉണ്ടെങ്കിൽ അതും പോവല്ലോ, അതും പോയത് പോയി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ട് കാണും, ഇവരുടെ ഈ ചാനൽ പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം അവരുടെ ചാനലിൽ ആഡ് ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ അവർ ഒരു സമയമായപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാം അവരുടെ ചാനലിലേക്ക് വന്നിരുന്നു. അതിനാൽ തന്നെ അവർ പിന്നീട് തീരുമാനിച്ചത്, അതായത് ഇത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാം ഒഴിവാക്കി സ്വന്തമായ വീഡിയോസ് എല്ലാം ചെയ്ത് അത്തരത്തിലെല്ലാം ചെയ്യണമെന്ന് കരുതിയിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ കുറച്ച് സ്ട്രൈക്ക് എല്ലാം വന്നത്. അതിനാൽ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് നമ്മുടെ ചാനലിൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെയാണ് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാറ്, നിങ്ങൾ നിങ്ങളുടേതായ കണ്ടന്റ് എല്ലാം ചെയ്ത് അത്തരത്തിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചാനലിന് സേഫ് ആയിരിക്കുമെന്നത്. ഇപ്പോൾ ഇവർ ഇവിടെ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഫലമായാണ് 41,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം അവരുടെ ചാനലിൽ നേടിയിട്ടുള്ളത്. അവർ സ്വന്തമായി ഒരുപാട് റിസ്ക് എല്ലാം എടുത്ത് ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് എല്ലാ കാര്യവും ചെയ്ത് തന്നെയാണ് വീഡിയോസ് എല്ലാം ഇടുന്നത്. അതുപോലെ ഇവിടെ അവർക്ക് 2 സ്ട്രൈക്ക് എല്ലാം വന്നത് ഇത് കറക്റ്റായി അവർക്ക് മനസ്സിലായിട്ടില്ല. അതായത് എപ്പോഴാണ് വന്നത് ഇതിനെക്കുറിച്ച് അവർ കറക്റ്റായി ട്രാക്ക് ചെയ്തതുമില്ല. അതിനാൽ തന്നെ പിന്നീട് വേറെ ഒരു സ്ട്രൈക്ക് കൂടിയെല്ലാം വന്നപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 90 ദിവസം കൊണ്ട് 3 സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ ഇത് നമ്മുടെ ചാനലിനെ തന്നെ ബാധിക്കും. നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആകാനെല്ലാം ഇത് കാരണമാകും. അപ്പോൾ ഇപ്രകാരം അവർക്ക് ഈ മൂന്നാമതും ഒരു സ്ട്രൈക്ക് എല്ലാം വന്നത് കൊണ്ട് തന്നെ അവരുടെ ചാനൽ ടെർമിനേറ്റ് ആവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം നിങ്ങളുടെ ചാനലിൽ ഇതുപോലെ ഏതെങ്കിലും കണ്ടന്റ് പഴയത്, അതായത് നേരത്തെ നിങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോസിൽ ഇപ്രകാരം മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം ഉണ്ട് എങ്കിൽ അതെല്ലാം തന്നെ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്.
കാരണം എപ്പോഴാണ് അതിലേക്ക് പിന്നീടെല്ലാം പ്രശ്നം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരിക. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും ഒന്നുകൂടി മോണിറ്റർ ചെയ്ത് അതിൽ ഇപ്രകാരം മറ്റുള്ളവരുടെ കണ്ടന്റ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് കുറച്ച് ചാനലുകൾക്ക് അവർക്ക് എക്സെപ്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. അത് ഫെയർ യൂസ് പോളിസി ഇതിനെക്കുറിച്ച് കറക്റ്റായി മനസ്സിലാക്കി വീഡിയോസ് എല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പരിഗണനയെല്ലാം ലഭിക്കുക. എന്നാൽ എല്ലാ ചാനലുകൾക്കും ഇത്തരത്തിൽ പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവരുടെ കണ്ടന്റ് ആഡ് ചെയ്യാനും അതിലൂടെ നമുക്ക് വ്യൂസ് എല്ലാം കൊണ്ടുവരാം എന്ന് കരുതിയാൽ ഇത് കറക്റ്റായ ഒരു മെത്തേഡ് അല്ല. അതിനാൽ തന്നെയാണ് പലർക്കും ഇത്തരത്തിൽ അവരുടെ ചാനലെല്ലാം നഷ്ടമാകുന്നത്. ഇപ്പോൾ ഇവിടെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇനീഷ്യലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് ചെക്സ് എല്ലാം നടക്കാറുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം ഉണ്ടോ എന്ന് ഒരു ഇനീഷ്യൽ ചെക്കപ്പാണ് അവിടെ നടക്കുന്നത്. അവിടെ നമുക്ക് ആ വീഡിയോയ്ക്ക് അപ്പോൾ നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നും വന്നില്ല എന്ന് കരുതി ഇതിൽ പിന്നീട് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയുള്ളത് ഒരു ഇനീഷ്യൽ ചെക്കപ്പ് മാത്രമാണ്. എന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഓണർ നിങ്ങളുടെ വീഡിയോ എല്ലാം കാണുകയാണെങ്കിൽ അവർക്ക് ഇത് ടേക്ക് ഡൗൺ നോട്ടീസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. അതായത് അവർക്ക് നിങ്ങൾക്കൊരു സ്ട്രൈക്ക് എല്ലാം തന്ന് ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ വീഡിയോയിലേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരാം. അതിനാൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നമൊന്നും കാണിക്കുന്നില്ല എന്ന് കരുതി ഇതുകൊണ്ട് നമ്മുടെ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് സേഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ തന്നെ സ്വന്തമായ കണ്ടന്റ് എല്ലാം ചെയ്ത് അത്തരത്തിലെല്ലാം വീഡിയോസ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ചാനലുകൾ ഇത്തരത്തിൽ ടെർമിനേറ്റ് ആയിട്ടെല്ലാം ഉണ്ട്. ചില ചാനലുകൾ കുറേ വർഷങ്ങൾക്ക് പ്രശ്നമൊന്നും വരാതെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ഇത്തരത്തിൽ പലപ്പോഴും നല്ല രീതിയിൽ അവരുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതുപോലെ ഇത്തരത്തിൽ വോയിസ് ഓവർ ചാനലുകൾക്കെല്ലാം പോളിസിയിൽ വരുന്ന ചേഞ്ചസ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ അവരെ ബാധിക്കാറുമുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരേ ആഡ്സെൻസിലേക്ക് അല്ലെങ്കിൽ ഒരേ ID യൂസ് ചെയ്ത് 2 ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഒരു ചാനലിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മറ്റൊരു ചാനൽ കൂടി അപകടത്തിലാകും. അതായത് ആ ചാനൽ കൂടി ടെർമിനേറ്റ് ആകാനെല്ലാം ഇത് കാരണമാകും. അതിനാൽ തന്നെ അവർക്ക് 41,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു ചാനൽ, അതുപോലെ 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു മോണിറ്റൈസ്ഡ് ആയ മറ്റൊരു ചാനൽ, ഇത് രണ്ടും ഇപ്പോൾ ടെർമിനേറ്റ് ആവുകയാണ് ഉണ്ടായത്. നിങ്ങളുടെ ചാനലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്ത് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനലിൽ നിന്നും ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.